Hi all, Anu again. This is the second lecture of Class 10 Chemistry chapter Carbon and its Compounds. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്? കാർബണിൻ്റെ കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ പഠിച്ചിരുന്നു അല്ലേ? കാർബണിൻ്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും? 2,4. അപ്പോൾ അതായത് കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, എൽ ഷെല്ലിൽ 4 ഇലക്ട്രോൺസ്. അപ്പോൾ ഔട്ടർ ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ കാർബണിൻ്റെ വാലൻസി എത്രയാണ്? 4. നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ്? 4. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ദെൻ അന്നിട്ട് നമ്മൾ പഠിച്ചിരുന്നു കാർബണിന് ഇങ്ങനെ 4 ഇലക്ട്രോൺസിനെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുക്കാനും എക്സ്ട്രാ ഒരു 4 ഇലക്ട്രോൺസിനെ വാങ്ങിക്കാം എന്ന് പറയുന്നതും രണ്ടും ബുദ്ധിമുട്ടായതുകൊണ്ട് കാർബൺ എന്ത് ചെയ്യും? ഈ 4 ഇലക്ട്രോൺസിനെ വേറെ ഏതെങ്കിലും ഇലക്ട്രോൺസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ വേറൊരു ആറ്റത്തിൻ്റെ ഇലക്ട്രോൺസുമായിട്ട് ഷെയർ ചെയ്യും. സോ അങ്ങനെ ഷെയർ ചെയ്തിട്ട് ബോൺഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ കോവലൻറ്റ് ബോൺഡ്സ് എന്ന് പറയും. എന്നിട്ട് നമ്മൾ കോവലൻറ്റ് ബോൺഡ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചിരുന്നു ഇല്ലേ? നമ്മൾ ഓക്സിജനും നൈട്രജനും, അതായത് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ തമ്മിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ സിംഗിൾ കോവാലന്റ് ബോണ്ട്, 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഡബിൾ കോവാലന്റ് ബോണ്ട്, അതേസമയം 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്. അതൊക്കെ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ മെയിൻലി കാർബൺ ക്രിയേറ്റ് ചെയ്യുന്നത് കോവലന്റ് ബോൺസ് ആണെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു ഒരു കാർബൺ ആറ്റമെങ്കിലും ഉള്ള ഓരോ കോമ്പൗണ്ട്സിനെയും നമ്മൾ കാർബൺ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചത്. സോ ഈ ലെക്ചറിൽ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? നമുക്ക് കവർ ചെയ്യാനുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് കാർബണിൻ്റെ അലോട്രോപ്സും ദെൻ ഈ കാർബണിന് ഇങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് കാണുന്നതിൻ്റെ കാരണം എന്താണെന്ന്, അതായത് വെർസറ്റൈൽ നേച്ചർ ഓഫ് കാർബൺ, അതിൻ്റെ റീസൺ എന്താണെന്നും പിന്നെ നമ്മൾ കുറച്ച് കാർബൺ കോമ്പൗണ്ട്സിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറുമാണ് ഈ ഒരു ലെക്ചറിൽ പഠിക്കാം. തുടങ്ങാം. നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് കാർബണിൻ്റെ അലോട്രോപ്സിനെ കുറിച്ചാണ്. അപ്പം നമ്മൾ കാർബണിൻ്റെ അലോട്രോപ്സ് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണ് ഈ അലോട്രോപ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെയിം എലമെൻറ്റ് അത് പലതരം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ സ്റ്റേറ്റിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള അങ്ങനെയുള്ളൊരു ഫിനോമിനനെയാണ് നമ്മൾ അലോട്രോപ്പി എന്ന് പറയാം. അതായത് സെയിം എലമെൻറ്റ് ഡിഫറെൻറ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കാണിച്ച് ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റുകളിൽ ഒക്കർ ചെയ്യാണ്. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം സിമിലർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാർബണിൻ്റെ ഡിഫറെൻറ്റ് എലമെൻ്റൽ ഫോംസ്, അത് അമോർഫസും ഉണ്ട് ക്രിസ്റ്റലൈനും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാർബണാണ് നമ്മളിവിടെ പഠിക്കുക. അപ്പോൾ നമുക്ക് മെയിനായിട്ട് പഠിക്കാനായിട്ട് ഇന്നിപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന കാർബണിൻ്റെ അലോട്രോപ്സ് എന്ന് പറയുന്നത് ഡയമണ്ടും ഗ്രാഫൈറ്റും ഫുള്ളറിൻ എന്ന് പറയുന്ന ആ ഒരു എലമെൻ്റൽ ഫോമും കൂടെയാണ്. ശരിക്കും ഇവിടെയൊക്കെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർബൺ ആറ്റം വേറൊരു കാർബൺ ആറ്റത്തോട് ഏത് രീതിയിലാണ് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു ഡിഫറൻസസ് ഒക്കെ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഡയമണ്ട്. ഡയമണ്ടിലെ കാർബൺ ആറ്റംസ് മറ്റ് കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാർബൺ ആറ്റവും മറ്റ് 4 കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒക്ടാഹൈഡ്രൽ ഫോം എന്നാണ് പറയുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് കാർബൺ കോവലന്റ് ബോൺസ് ഓഫ് 3 ഡയമെൻഷണൽ നെറ്റ്വർക്ക്. ഇതിനെയാണ് നമ്മൾ ശരിക്കും കാർബണിൻ്റെ അലോട്രോപ്പായിട്ടുള്ള ഡയമണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ കാർബൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ്, അതുപോലെ തന്നെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. 4827 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് മെൽറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആണ്, ഷൈനിയാണ്. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ യൂസസ് വരിക. ആൻഡ് അഗെയിൻ ഇതിനുപോലെ തന്നെ ഇതൊരു ഇൻസുലേറ്റർ ആണ് കേട്ടോ. അതായത് കാർബണിൻ്റെ ഓരോ 4 ഇലക്ട്രോൺസും അടുത്ത 4 കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഇതിന് ഫ്രീ ഇലക്ട്രോൺസ് ഒന്നുമില്ല. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതൊരു ഇൻസുലേറ്റർ ആണ്. പിന്നെ ഇത് ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്, റോക്സിൻ്റെ ഒക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഷൈനി അപ്പിയറൻസ് ആൻഡ് ട്രാൻസ്പെറൻസി, അതുകൊണ്ട് നമ്മൾ ജ്വല്ലറി ഒക്കെ ഉണ്ടാക്കാനായിട്ടും ഡയമണ്ട് ഉപയോഗിക്കാറുണ്ട്.
അടുത്ത കാർബണിൻ്റെ അലോട്രോപ്പാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗ്രാഫൈറ്റിൽ കാർബൺ ആറ്റംസ് തമ്മിൽ ബോണ്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാർബൺ ആറ്റംസ് തമ്മിൽ ആണ് ബോണ്ട് ക്രിയേറ്റഡ് ആവുക. അതായത് ഓരോ കാർബൺ ആറ്റവും മറ്റ് 3 കാർബൺ ആറ്റംസുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഹെക്സാഗണൽ സ്ട്രക്ചറാണ് ഉണ്ടാവുക. എന്നിട്ട് ഈ ഹെക്സാഗണൽ റിങ്സ് എല്ലാവരും കൂടെ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു ലെയറായിട്ട് ഫോം ചെയ്യും. പക്ഷേ ഈ ഓരോ ലെയേഴ്സ് തമ്മിൽ വളരെ വീക്കായിട്ടുള്ള ഒരു ഫോഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി ഇൻ നേച്ചർ ആയിരിക്കും. അപ്പോൾ ഈ പറയുന്ന ലെയേഴ്സ് തമ്മിൽ ഇങ്ങനെ സ്ലൈഡ് ഓവർ ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഗ്രാഫൈറ്റിനെ ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഒരു കാർബൺ ആറ്റം മറ്റ് 3 കാർബൺ ആറ്റംസുമായിട്ടാണ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിലെ 4 വാലൻസിയിൽ ഒരു ഇലക്ട്രോൺ ഫ്രീ ആണ്. അപ്പോൾ ഈ ഒരു ഫ്രീ ഇലക്ട്രോണിൻ്റെ പ്രസൻസ് കൊണ്ട് ഗ്രാഫൈറ്റ് ഒരു ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റിയുമാണ്. അടുത്ത കാർബണിൻ്റെ അലോട്രോപ്പാണ് ഫുള്ളർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും കാർബൺ ആറ്റംസ് എല്ലാവരും കൂടെ ഒരു സ്ഫെറിക്കൽ മോളിക്യൂളായിട്ടാണ് ജോയിൻ ചെയ്യുക. അതായത് ഒരു ക്ലോസ്ഡ് ഹോളോ കേജ് സ്ട്രക്ചറായിട്ട് ഈ കാർബൺ ആറ്റംസ് എല്ലാം കൂടെ ജോയിൻ ചെയ്തേക്കുക. അതായത് ഒരു ഫുട്ബോളിൻ്റെ ഒക്കെ ഷേപ്പിൽ. ശരിക്കും 60 കാർബൺ ആറ്റംസ് ഉള്ള ഫുള്ളറിൻ ഫാമിലിയും ഉണ്ട്. അതുപോലെ തന്നെ 70 കാർബൺ ആറ്റംസ് ഉള്ള സ്ട്രക്ചറും ഉണ്ട്. ഇതിൽ 60 കാർബൺ ആറ്റംസ് ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ ഒരു ക്ലോസ്ഡ് ഹോളോ കേജ് ആയിട്ട് ഫോം ചെയ്തേക്കുന്ന ഫുള്ളറിൻ്റെ വേർഷനെയാണ് നമ്മൾ ബക്ക്മിൻസ്റ്റർ ഫുള്ളർ എന്ന് പറയാം. ഇനി നമ്മൾ ഇങ്ങനെ ആലോചിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ പോകുന്ന അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഭൂമിയിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള കോമ്പൗണ്ട്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിൽ കാർബൺ കോമ്പൗണ്ട്സിൻ്റെ എണ്ണം ഏകദേശം കൗണ്ട് ചെയ്യപ്പെട്ടത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് അറൗണ്ട് 3 മില്യൺ ഇൻ നമ്പർ. 3 മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അറൗണ്ട് 30 lakhs ഉണ്ട്. അതായത് അത്രയും നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാർബൺ കോമ്പൗണ്ട്സ് നോക്കുകയാണെങ്കിൽ അത് വളരെ ചെറിയ കോമ്പൗണ്ട് തൊട്ട് ഒരുപാട് വലിയ കോമ്പൗണ്ട്സ്, അതായത് സൈസ് ആണെങ്കിലും ലാർജ് സൈസ്ഡ് കോമ്പൗണ്ട്സ് ആൻഡ് അഗെയിൻ ലാർജ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ്. അപ്പോൾ ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ടുള്ള നമ്പറും ആൻഡ് അഗെയിൻ സൈസും ഇത്രയും കാർബൺ കോമ്പൗണ്ട്സ് ഫോം ചെയ്യപ്പെടാനുള്ള കാരണം എന്തായിരിക്കും? ഇത്രയും ലാർജ് നമ്പർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് കാണപ്പെടാനായിട്ടുള്ള കാരണമായിട്ട് നമ്മൾ പറയുന്ന മെയിൻ ആയിട്ടുള്ള 2 റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന് കാർബണിൻ്റെ ഒരു പ്രോപ്പർട്ടിയായ കാറ്റനേഷനും, 2 അതിൻ്റെ വേറൊരു പ്രോപ്പർട്ടി ആയിട്ടുള്ള ടെട്രാ വാലൻസിയുമാണ്. ഇത് രണ്ടും എന്താണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? ഫസ്റ്റ് വൺ, കാറ്റനേഷൻ. കാറ്റനേഷൻ എന്താണെന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഓഫ് ആൻ ആറ്റം. അതായത് ഒരു ആറ്റം അതിൻ്റെ സെയിം ടൈപ്പിലുള്ള, അതായത് സെയിം ആറ്റംസ് സെയിം എലമെൻ്റൽ ആറ്റംസുമായിട്ട് ഇങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ ചെയിനായിട്ട് അല്ലെങ്കിൽ ബ്രാഞ്ചായിട്ട്, അത് ഒരു ആറ്റം അതിൻ്റെ അടുത്ത ആറ്റത്തോട് ദെൻ അടുത്ത ഒരു കാർബൺ ആറ്റത്തോട് അവിടുന്ന് അടുത്ത കാർബൺ ആറ്റം, അങ്ങനെ ഇങ്ങനെ വലിയ വലിയ ചെയിൻസും വലിയ ബ്രാഞ്ചസും വലിയ റിങ്സും ഒക്കെ ഫോം ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും നമ്മൾ കാറ്റനേഷൻ എന്ന് പറയാം. അപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനെ കാർബൺ ആറ്റംസുമായിട്ടും അതുപോലെ തന്നെ വേറെ ഹെറ്ററോ ആറ്റംസായിട്ട് വേറെ തരം ആറ്റംസുമായിട്ടും ഇതുപോലെ ഇങ്ങനെ നീണ്ട ചെയിൻസും ബ്രാഞ്ചസും ഒക്കെ ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ കാറ്റനേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാർബൺ മറ്റു കാർബൺ ആറ്റംസ് ആയിട്ടാണെങ്കിലും മറ്റു തരത്തിലുള്ള ഹെറ്ററോ ആറ്റംസ് ആയിട്ട് ആണെങ്കിലും ഈവൻ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ട് സിംഗിൾ ബോണ്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സിംഗിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന കാർബൺ കോമ്പൗണ്ട്സിനെ നമ്മൾ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്ന് പറയും. അതുപോലെ തന്നെ കാർബൺ മൾട്ടിപ്പിൾ ബോണ്ട്സും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതായത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഡബിൾ ബോണ്ടഡും ആൻഡ് ട്രിപ്പിൾ ബോണ്ടഡ് അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് എന്നാണ് വിളിക്കുക. പിന്നെ ഈ കാർബൺ കാറ്റനേഷൻ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ കാർബണിൻ്റെ സ്മോൾ സൈസാണ്. അത് വളരെ ചെറിയ ഒരു ആറ്റമാണ് അല്ലേ. അപ്പോൾ ശരിക്കും അതിൻ്റെ ന്യൂക്ലിയസിനോട് അതിൻ്റെ ഇലക്ട്രോൺസിന് അത്രയും നല്ല ഒരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഇലക്ട്രോൺസുമായിട്ട് ഷെയർ ചെയ്തുണ്ടാവുന്ന ആ ഒരു ബോണ്ട്സിനോടും ഈ പറയുന്ന കാർബൺ നല്ലോണം അട്രാക്ട് ചെയ്ത് പിടിക്കും. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ റീസണാണ് കാർബൺ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ബോണ്ട്സിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട്സ് ആണ് കാർബൺ യൂഷ്വലി ഫോം ചെയ്യുന്നത്. അപ്പോൾ അതായത് കാർബണിൻ്റെ ഈ സ്മോൾ സൈസ്ഡും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ട്രോങ് ബോണ്ട്സും ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ കാറ്റനേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫെനോമിനൻ കാണപ്പെടുക.
അടുത്തതായിട്ട് കാർബൺ ഇതുപോലെ വെർസറ്റൈൽ നേച്ചർ കാണിക്കുവാനായിട്ടുള്ള രണ്ടാമത്തെ റീസണാണ് ടെട്രാവാലൻസി, അല്ലെങ്കിൽ കാർബൺ ടെട്രാവാലൻ്റ് ആയതുകൊണ്ട്. അതിനർത്ഥം എന്താണ്? ശരിക്കും ഒരു കാർബൺ ആറ്റത്തിന് 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ കാർബൺ ആറ്റത്തിന് വേറെ 4 കാർബൺ ആറ്റംസിനോട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 4 ഹെറ്ററോ ആറ്റംസിനോട്, കാർബൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനും ഹൈഡ്രജനും നൈട്രജനും സൾഫറും അങ്ങനെ ഡിഫറെൻറ്റ് ഹാലജൻസും ഒക്കെ ആയിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിന് തന്നെ ഏതെങ്കിലും 4 ആറ്റത്തിനോട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും നമ്പർ ഓഫ് കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ ഈ ടെട്രാ വാലൻസി എന്ന് പറയുന്നതും ഈ കാർബണിൻ്റെ വേഴ്സറ്റാലിറ്റിക്ക് ഒരു റീസൺ ആണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയിൽ വെച്ചോണം, ഈ ടെട്രാ വാലൻസിയും ഈ കാറ്റനേഷനുമാണ് കാർബൺ ഇത്രയും നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനായിട്ടുള്ള കാരണം. അതുപോലെ തന്നെ യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഈ കാർബൺ മറ്റ് കാർബൺ ആറ്റംസുമായിട്ടും അല്ലെങ്കിൽ മറ്റ് എലമെൻസുമായിട്ടും ഈ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബോണ്ട്സ് നല്ല സ്ട്രോങ് ആണ്, സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞില്ലേ? അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ, അതായത് കാർബൺ ആറ്റം നല്ലോണം ചെറിയ ഒരു സ്മോൾ സൈസ്ഡ് ആയിട്ടുള്ള ആറ്റമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ന്യൂക്ലിയസിലെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്രോട്ടോൺസ് അതിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസിനെ ടൈറ്റായിട്ട് അട്രാക്ട് ചെയ്ത് വെക്കും. അതായത് ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാർബൺ ആറ്റംസ് ഉള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ കാർബൺ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ കാർബൺ കോമ്പൗണ്ട്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഇനോർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബണും ഹൈഡ്രജൻ ഒന്നും ഇല്ലാത്ത കാർബൺ ആറ്റംസ് ഉണ്ട്, പക്ഷെ അവിടെ ഒരു CH ബോണ്ട് ഇല്ല. അങ്ങനെയുള്ള തരം കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഇനോർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് ഒക്കെ, അതായത് കാർബൺ ഓക്സിജൻ ബോണ്ടാണ് അല്ലേ. അതേസമയം കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എല്ലാവരും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാവുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു കാർബൺ ഹൈഡ്രജൻ ബോണ്ടെങ്കിലും അവിടെ ഉണ്ടാവണം. അതായത് CH ബോണ്ട്സ് ഉള്ളവരെയാണ് നമ്മൾ ശരിക്കും ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം. അതിന് എക്സാമ്പിളാണ് മീഥെയിൻ, മെഥനോൾ ഒക്കെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളെങ്കിൽ, അതായത് കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് കൊണ്ട് മാത്രം ഉണ്ടാകപ്പെട്ടിരിക്കുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കുക. അപ്പോൾ ഹൈഡ്രോ കാർബൺസിന് എക്സാമ്പിളാണ് മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പെയിൻ, എത്തീൻ, എഥൈൻ ഒക്കെ. ഈ ഹൈഡ്രോ കാർബൺസിനെ നമുക്ക് മെയിൻലി 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, അറോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് അല്ലെങ്കിൽ അറീൻസ് ഉണ്ട്. ഇതിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞില്ലേ, സിംഗിൾ ബോണ്ട് മാത്രമുള്ള കോമ്പൗണ്ട്സ്. അപ്പോൾ സിംഗിൾ ബോണ്ട് കൊണ്ട് മാത്രം കാർബണും ഹൈഡ്രജനും തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന തരം കോമ്പൗണ്ട്സിനെ നമ്മൾ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് എന്ന് വിളിക്കും. അതിൻ്റെ വേറൊരു പേരാണ് ആൽക്കെയിൻസ്. എന്നിട്ട് ആൽക്കെയിൻസിൽ അപ്പോൾ എന്താവും? സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട്, അതായത് മൾട്ടിപ്പിൾ ബോണ്ട്. അപ്പോൾ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മളതിനെ ആൽക്കീൻസ് എന്ന് വിളിക്കും. കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലുണ്ട് നമ്മളതിനെ ആൽക്കൈൻസ് എന്ന് വിളിക്കും. അപ്പോൾ ആൽക്കീൻസും ആൽക്കൈൻസും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണാണ്. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിനെ കുറിച്ച് നമ്മൾ ഈ വരുന്ന വഴിയിൽ നമ്മൾ കാണും. അപ്പോൾ ആദ്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത് ആൽക്കെയിൻസ്, അതായത് നമ്മളുടെ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ആൽക്കെയിൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ്. അപ്പോൾ ശരിക്കും നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ആൽക്കെയിൻസിൻ്റെ ജനറൽ ഫോർമുല എന്താണ്. അപ്പോൾ ആൽക്കെയിൻസിൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2 ആണ്. ഇതിൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അതായത് ആൽക്കെയിൻസിൽ ഓരോ കാർബൺ ആറ്റംസും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ കാർബൺ ഹൈഡ്രജൻ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുന്നത് സിംഗിൾ ബോണ്ട്സ് മാത്രം വഴിയാണ്. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ ഫോർമുലയാണ് നമ്മൾ പറഞ്ഞത് CnH2n+2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആൽക്കെയിൻസിന് എക്സാമ്പിളാണ് മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ. ആ സീരീസ് ഇങ്ങനെ പോകും. അതായത് എന്താ? മീഥെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ആറ്റം, ദെൻ 2 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഈഥെയിൻ, 3 കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ പ്രൊപ്പെയിൻ, 4 ആണെങ്കിൽ ബ്യൂട്ടെയിൻ, ലൈക്ക് അങ്ങനെ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് കണ്ടോ? മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പെയിൻ ഒക്കെ അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ബോണ്ടിങ് സ്ട്രക്ചറും കണ്ടില്ലേ? അടുത്തത് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അതിൽ ആദ്യത്തെ നമ്മൾ പഠിക്കുന്ന ഏതാണ്? ആൽക്കീൻസ്. ആൽക്കീൻസിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n.
എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് കാർബൺ അതായത് ഏറ്റവും കുറഞ്ഞത് ഒരു കാർബൺ ബോണ്ടെങ്കിലും ഡബിൾ ബോണ്ട് ആയിരിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് കാർബൺ ആറ്റംസ് തമ്മിൽ ഡബിൾ ബോണ്ട് കൊണ്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഹൈഡ്രോ കാർബൺസിനെയാണ് നമ്മൾ ആൽക്കീൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ആൽക്കീൻസിന് എക്സാമ്പിളാണ് എഥീനും ബ്യൂട്ടീനും പ്രൊപ്പീനും ഒക്കെ. അടുത്ത അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ് ആൽക്കൈൻസ്. ആൽക്കൈൻസിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? CnH2n-2. അതായത് രണ്ട് കാർബൺ ആറ്റംസ് തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് കൊണ്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ വിളിക്കുന്നതാണ് ആൽക്കൈൻസ്. ആൽക്കൈൻസിന് എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? ബ്യൂട്ടൈനും പ്രൊപ്പൈനും ഒക്കെ ആൽക്കൈൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഹൈഡ്രോ കാർബൺസ് ഏതൊക്കെ തരമായിരുന്നു? ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. ആൽക്കൈൻസിൽ എന്താ പ്രത്യേകത? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ആൽക്കീൻസിൽ എന്താണ്? ഡബിൾ ബോണ്ട് ഉണ്ട്. ആൽക്കൈൻസ് ആണെങ്കിലോ ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. നമുക്ക് കാർബണിൻ്റെ കോമ്പൗണ്ട്സ് പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചേഴ്സ് ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. നിങ്ങൾക്ക് മനസ്സിലാക്കി നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കാണാൻ പോകുന്ന ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ മീഥെയിൻ്റെ ആണ്. മീഥെയിനകത്തുള്ളത് എന്താണ്? ഒരു കാർബൺ ആണ്. അപ്പോൾ ഒരു കാർബണിന് എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്? 4 എണ്ണം. അപ്പോൾ ഈ 4 എണ്ണവും ഓരോ ഇലക്ട്രോണുമായിട്ട് കൂടെ ഷെയർ ചെയ്താലല്ലേ ഉള്ളൂ ഇത് 8 ആയിട്ട് കാർബൺ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മീഥെയിനിൽ കാർബണോട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആരാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ഷെല്ലിൽ ആകെ മാക്സിമം 2 പേരെ അഫോർഡ് ചെയ്യാൻ പറ്റുക, 2 ഇലക്ട്രോൺസിനെ. ഓൾറെഡി ഒരെണ്ണം ഉണ്ട്. അപ്പോൾ ഓരോ ഹൈഡ്രജന് ഒരു ഇലക്ട്രോണും കൂടിയാണ് വേണ്ടത്. അപ്പോൾ കാർബണിന് 4 ഹൈഡ്രജൻ ആറ്റംസുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. ഓരോ ഹൈഡ്രജനുമായിട്ട് ഓരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. അപ്പോൾ കാർബണിന് ഈ 4 പേരുമായിട്ട് ഓരോ എക്സ്ട്രാ ഇലക്ട്രോൺസിനെ കിട്ടുന്നത് കൊണ്ട് 8 ആവും. ഹൈഡ്രജൻ ഓരോന്ന് ഷെയർ ചെയ്യുമ്പോൾ 2 ആവും. അപ്പോൾ ശരിക്കും CH4 മീഥെയിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ കണ്ടോ? അടുത്തത് നമ്മൾ ഈഥെയിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറാണ് കാണുക. അതായത് ഇവിടെ നമുക്ക് 2 കാർബൺ ആറ്റം ഉണ്ട്. നമ്മൾ മീഥെയിൻ കണ്ടപ്പോൾ കാർബൺ ആറ്റം 4 ഹൈഡ്രജൻ ആറ്റംസുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു അല്ലേ? ഇവിടെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് 3 ഹൈഡ്രജൻ ആറ്റംസുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അടുത്ത ആ ഒരു ഇലക്ട്രോണിനെ വേറൊരു കാർബൺ ആറ്റമായിട്ടാണ് ഷെയർ ചെയ്തേക്ക്. ആൻഡ് അഗെയിൻ ആ ഒരു കാർബണിന് വീണ്ടും 3 വാലൻസി ഉള്ളത് ഓരോ ഹൈഡ്രജൻ ആറ്റമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ആ ഒരു ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തേക്കാം. അടുത്തത് പ്രൊപ്പെയിനിൽ നമുക്ക് ഇവിടെ നമ്മൾ മീഥെയിൻ്റെ സ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെയാണ്. ആദ്യത്തെ കാർബൺ ആറ്റം അതിൻ്റെ 3 ഇലക്ട്രോൺസിനെ ഒരു ഹൈഡ്രജൻ ആറ്റമായിട്ട് ഷെയർ ചെയ്തു. ദെൻ അതിൻ്റെ 4ാമത്തെ ഇലക്ട്രോണിനെ അടുത്തൊരു കാർബൺ ആറ്റമായിട്ട് ഷെയർ ചെയ്തു. ആ ഒരു കാർബൺ ആറ്റത്തിൽ 2 ഇലക്ട്രോൺസിനെ ഓരോ ഹൈഡ്രജൻ ആറ്റമായിട്ട് ഷെയർ ചെയ്തു. ഇപ്പോൾ ടോട്ടൽ 3 ഇലക്ട്രോൺസ് ഷെയർ ആയിട്ടുണ്ട്. ദെൻ ബാക്കി ആ 4ാമത്തെ ഇലക്ട്രോണ് അടുത്ത 3ാമത്തെ കാർബൺ ആറ്റമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ആ 3ാമത്തെ കാർബൺ ആറ്റത്തിന് എഗെയിൻ എക്സ്ട്രാ ഉള്ള ആ 3 ഇലക്ട്രോൺസ് ഓരോ ഹൈഡ്രജൻ ആറ്റവുമായിട്ട് ഷെയർ ചെയ്തിട്ട് ബോണ്ട് ക്രിയേറ്റഡ് ആയേക്കാണ്. അപ്പോൾ ഇതാണ് പ്രൊപ്പെയിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ കണ്ടോ, എല്ലാം ഓരോ പെയർ ഓഫ് ഇലക്ട്രോൺസ് വെച്ചിട്ട് കാർബൺ തമ്മിൽ ഷെയർ ആയിട്ടുള്ളൂ. എല്ലാം സിംഗിൾ ബോണ്ടാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ എഥീൻ്റെ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കാർബൺ ആറ്റത്തിലെ ആദ്യത്തെ 2 ഇലക്ട്രോൺസ് ഓരോ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ 2 ഇലക്ട്രോൺസും അടുത്ത കാർബൺ ആറ്റവുമായിട്ട് ഷെയർ ചെയ്തേക്കുക. അതായത് നമ്മൾ ആദ്യമൊക്കെ കണ്ടതിനകത്ത് ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസിന് പകരം ഇവിടെ 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഈ 2 കാർബൺ ആറ്റംസ് തമ്മിൽ ഷെയർ ചെയ്തേക്കുക, അതായത് ഡബിൾ ബോണ്ട്. അപ്പോൾ 2ാമത്തെ കാർബൺ ആറ്റത്തിൽ മിച്ചമുള്ള ആ ബാക്കി ഓരോ ഇലക്ട്രോൺസ് റിമൈനിങ് 2 ഹൈഡ്രജൻ ആറ്റംസുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ CnH2n, അതായത് 2 കാർബൺ 4 ഹൈഡ്രജൻ. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത് കൊണ്ട് ഇത് ശരിക്കും അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആൽക്കീൻ. അപ്പോൾ ഇത് എഥീനാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്രൊപ്പീൻ എന്ന ഹൈഡ്രോ കാർബണിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറാണ്. സോ ഇവിടെ കണ്ടോ, ആദ്യത്തെ 2 കാർബൺ ആറ്റംസ് തമ്മിൽ ഓരോ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്തേക്കുന്നത്. പക്ഷേ 2ാമത്തെയും 3ാമത്തെയും തമ്മിൽ കാർബൺ ആറ്റംസ് തമ്മിൽ 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് തമ്മിൽ ഷെയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു ഡബിൾ ബോണ്ടാണ്. അതുകൊണ്ടാണ് ഇതൊരു പ്രൊപ്പീൻ ആയത്. അപ്പോൾ അതായത് ആൽക്കീനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായതുപോലെ തന്നെ ആദ്യത്തെ കാർബൺ ആറ്റത്തിൽ 3 ഇലക്ട്രോൺസ് ഓരോ ഹൈഡ്രജൻ ആറ്റമായിട്ടാണ് ഷെയർ ആയിരിക്കുന്നത്. റിമൈനിങ് ആയിട്ടുള്ള ആ ഒരു ഇലക്ട്രോൺ തൊട്ടടുത്തുള്ള കാർബൺ ആറ്റമായിട്ട് കാറ്റനേഷൻ നടന്നു. ദെൻ ആ ഒരു കാർബൺ ആറ്റത്തിൽ നിന്ന് അടുത്ത കാർബൺ ആറ്റത്തിലേക്ക് 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ
ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ആകെയുള്ളത് ആ ഒരു സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഒരു ഇലക്ട്രോണാണ് മിച്ചമുള്ളത്. അതിനെ ഒരു ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്തു. ദെൻ തേർഡ് കാർബൺ ആറ്റത്തിൽ 2 ഇലക്ട്രോൺസ് ഓൾറെഡി സെക്കൻഡ് കാർബൺ ആറ്റമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള മൂന്നാമത്തെയും നാലാമത്തെയും ഇലക്ട്രോൺസ് ഒരു ഹൈഡ്രജൻ ആറ്റമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രൊപ്പീൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എഥൈൻ. എഥൈൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ആൽക്കൈൻസിൽ പെട്ടതാണ്. അപ്പോൾ എഥൈൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്ക് എഥൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അതായത് ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ഒരു കാർബൺ ബോണ്ട് എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ട്, അതായത് 3 പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 കാർബൺസ് തമ്മിൽ 3 ഇലക്ട്രോൺസിനെ വെച്ചിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ 2 കാർബണിനും റിമൈനിങ് ആയിട്ട് ഓരോ ഇലക്ട്രോണേ ഉള്ളൂ. അത് ഓരോ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. അതായത് ആൽക്കൈൻ്റെ നമ്മളുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n-2 ആണ്. അപ്പോൾ ഇവിടെ N എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ കാർബണും 2 എണ്ണം, ഹൈഡ്രജനും 2 എണ്ണം. ഇതാണ് എഥൈൻ്റെ ഇലക്ട്രോൺ ഡോട്ട് സ്ട്രക്ചർ. നമ്മൾ ഇന്നത്തെ നമ്മളുടെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാപ്പി ലേണിംഗ്.